തെസുക്കോ കുറിയോനോഗി എഴുതിയ ടോട്ടോചാൻ എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ. ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് റോക്കി അപ്രത്യക്ഷനാവുന്നു. ജപ്പാനിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ജനങ്ങളാകെ ഭീതിയിലും. ക്ഷാമം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആഹാരത്തിനും വെള്ളത്തിനും പോലും ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. സാധാരണഗതിയിലുള്ളതുപോലെ ഇത്തവണത്തെ സ്കൂൾ അവധിക്ക് ചൂട് നീരുറവയിലേക്കുള്ള യാത്രയോ ക്യാമ്പിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്കൂൾ അവധിക്കാലത്ത് ടോട്ടോചാൻ സാധാരണ ടോട്ടോചാന്റെ വലിയച്ഛന്റെ വീട്ടിൽ പോവാറുണ്ട്. അച്ഛന്റെ സഹോദരൻ കമുകാറായിലാണ് അദ്ദേഹത്തിന്റെ വീട്. സാധാരണയായി പോകുമ്പോൾ അവിടെ പ്രേതകഥകൾ പറഞ്ഞു കൊടുക്കുന്ന പല സഹോദരന്മാരും കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ പോയപ്പോൾ എല്ലാവരുടെയും ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിക്കുമായിരുന്ന അനവധി കഥകൾ ടോട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്ന ആ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. യുദ്ധരംഗത്തേക്ക് വിളിപ്പിക്കപ്പെട്ടിരുന്നു. വെലിച്ചന്റെ കുട്ടികളോട് ഒപ്പം അവധിക്കാലം സാധാരണ ചെലവാക്കാറുള്ള ടോട്ടോയ്ക്ക് എന്തുകൊണ്ടോ ഇത്തവണ പോയപ്പോൾ എല്ലാം തികച്ചും വ്യത്യസ്തമായാണ് തോന്നിയത്. എല്ലാവരുടെയും മനോഭാവം തന്നെ മാറിയതായി അവൾക്ക് തോന്നി. വെലിച്ചൻ തന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ പണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹം ജപ്പാനിലെ പ്രമുഖ പത്രത്തിന്റെ ബ്യൂറോ ചീഫായിരുന്നു. ഒരു പ്രധാന ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. യുദ്ധരംഗത്തേക്ക് വിളിപ്പിക്കപ്പെട്ടിരുന്ന വെലിച്ചൻ അവിടെ നിന്ന് അയച്ചു കൊടുത്തിരുന്ന ചിത്രങ്ങൾ പലപ്പോഴും യോദ്ധാക്കളുടെ സമരമുഖത്തുള്ള ചിത്രങ്ങളായിരുന്നു. പിന്നീടാണ് വീട്ടിലുള്ളവർ അറിഞ്ഞിരുന്നത് സമരമുഖത്തെ ചിത്രങ്ങൾ എടുക്കാൻ സൈനികർ പോകും മുമ്പേ തന്നെ പോകേണ്ടതാണ് ഫോട്ടോഗ്രാഫേഴ്സിന്റെയും ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെയും ടീം എന്നത്. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ വീട്ടുകാർക്കൊക്കെ ആശങ്കയായിരുന്നു വെലിച്ചനെ കുറിച്ച്. യുദ്ധമുന്നണിയിൽ നയിച്ചിരുന്ന ഫോട്ടോകളൊക്കെ വെലിമയെയും ടോട്ടോയെ പോലുള്ള കുട്ടികളെയും വാസ്തവത്തിൽ ദുഃഖത്തിലാണ് ആഴ്ത്തിയത്. കമുകാറ കടൽപ്പുറം പോലും ടോട്ടോയ്ക്ക് തോന്നി അനാഥമായി കാണപ്പെടുന്നു എന്ന്. ഒന്നും പഴയതുപോലെ ആയിരുന്നില്ല. കടൽ തീരത്തും വീടുകളിലും ചുറ്റുപാടിലും ഒന്നും. ടോട്ടോയ്ക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തന്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് തോന്നിയത്. അത് വാസ്തവത്തിൽ അവൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. ടോട്ടോയെ വെലിച്ചന്റെ വീട്ടിലാക്കിയിട്ട് അമ്മയും അച്ഛനും തിരിച്ച് ടോക്കിയോയിലേക്ക് പോയിരുന്നു. പിന്നീട് തന്റെ ഒരു സഹോദരന്റെ ഒപ്പമാണ് ടോട്ടോ തിരികെ തന്റെ വീട്ടിലെത്തിയത്. വീടിന്റെ പടി കടന്ന് എത്തിയ ഉടനെ തന്നെ അവൾ റോക്കിയാണ് ആദ്യം അന്വേഷിച്ചത്. സാധാരണഗതിയിൽ അവൾ എവിടെയെങ്കിലും പോയി പടി കടന്നു വരുമ്പോഴേ അമ്മ അറിയും മുമ്പ് റോക്കി അറിഞ്ഞിരിക്കും. ഓടി വന്ന് അവളുടെ മേത്ത് ചാടിക്കേറി പിന്നെ ആകെ ഒരു പ്രകടനമാണ് കുറച്ച് ദിവസങ്ങൾ മാറി നിന്നതിന്റെ. ഇന്നാകട്ടെ റോക്കി അവിടെ എങ്ങും കാണുന്നില്ല. റോക്കി കുട്ടാ, അവൾ താളാത്മകമായി വിളിച്ചുകൊണ്ട് റോക്കി സാധാരണ ഉണ്ടാവാറുള്ള എല്ലായിടങ്ങളിലും നോക്കി. പൂന്തോട്ടത്തിൽ പോയി നോക്കി. അച്ഛൻ അവിടെ ഒരു പ്രത്യേക കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ഛന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെയും പോയി നോക്കി. ഇവിടെ ഒന്നും റോക്കി ഇല്ലാതായപ്പോ ടോട്ടോ വിചാരിച്ചു താൻ ഇനി മുറ്റത്ത് നോക്കിയ സമയത്ത് റോക്കി തിരികെ വീട്ടിലെത്തിക്കാണും എന്ന് കരുതി അവിടെയും പോയി നോക്കി. ഇല്ല. ടോട്ടോ വളരെ വളരെ അത്ഭുതകരമായി അവൾക്ക് തോന്നി. കാരണം റോക്കി അവിടെ ഉണ്ടെങ്കിൽ അവളുടെ ശബ്ദം കേട്ടാൽ വരേണ്ടതാണ്. അവൾ അമ്മയെ തിരിഞ്ഞ് അടുക്കളയിലെത്തി അമ്മയോട് ചോദിച്ചു, അമ്മ റോക്കിക്കുട്ടൻ എവിടെ? അമ്മ അവളെ നോക്കി വളരെ വിഷമത്തോടെ കണ്ണുകൾ താഴ്ത്തി. അവർക്ക് അവളെ അഭിമുഖീകരിക്കാൻ എന്തോ ഒരു വിഷമം ഉണ്ടായതുപോലെ തോന്നി. ടോട്ടോ ഓടിച്ചെന്ന് അമ്മയുടെ ഇടുപ്പിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അമ്മ റോക്കി എവിടെ, പറയൂ എന്ന് പറഞ്ഞു. അമ്മ അവളോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ പോയി കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ റോക്കിയെ കാണുന്നില്ല. അമ്മയും അച്ഛനും ഇവിടെയൊക്കെ നോക്കി, ഞങ്ങൾ തെരുവിലൊക്കെ അവനെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ കണ്ണുനീര് വരുന്നില്ലെങ്കിലും കരയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ടോട്ടോയ്ക്ക് മനസ്സിലായി റോക്കി മരിച്ചു പോയിരിക്കാനാണ് സാധ്യത. താനിവിടെ ഇല്ലാത്തപ്പോൾ റോക്കി പോയി കാണും. കാരണം എത്രയോ ദിവസങ്ങൾ ടോട്ടോയെ കാണാതിരുന്നാലും വീട് വിട്ടിറങ്ങുക എന്ന സ്വഭാവം റോക്കി ഇന്നുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ ടോട്ടോയ്ക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. അവൾ എല്ലായിടത്തും ഒന്നുകൂടി നോക്കി. അവന്റെ ഇളകി കളിക്കുന്ന വാലിന്റെ അറ്റമോ ആ രോമത്തിന്റെ ഒരു അടയാളമോ എന്തെങ്കിലും എവിടെയെങ്കിലും
അവന്റെ കുറുങ്ങലിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി. വലിയ സ്നേഹം വരുമ്പോൾ ദിവസങ്ങൾ കൂടി ടോട്ടോയെ കാണുമ്പോൾ റോക്കി ഉണ്ടാക്കുന്ന ഒരുതരം ശബ്ദമുണ്ട്. അതെവിടെ നിന്ന് കേട്ടാലും അവൾക്ക് മനസ്സിലാകുമായിരുന്നു. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, എങ്ങുമില്ല. അവളുടെ കോഴിക്കുഞ്ഞ്, യാസ്വാക്കി ഒക്കെ പോയതുപോലെ തന്നെ റോക്കിയും പോയി കാണും. സത്യം അവൾക്ക് മുന്നിൽ മെല്ലെ തെളിഞ്ഞു വന്നു. അപ്രത്യക്ഷനായി എന്ന് അമ്മ പറഞ്ഞത് വിശ്വസിക്കുന്നത് പോലെ തന്നെ ടോട്ടോ കാണിച്ചു. കാരണം അമ്മയെ വീണ്ടും വിഷമിപ്പിക്കാൻ അവൾക്കാവില്ലായിരുന്നു. അമ്മയോട് ടോട്ടോച്ചാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. അവൾ തൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് അവളുടെ കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. റോക്കി ഇല്ലാത്ത വീട്ടിൽ ആകെ ഒരു ശൂന്യത അവൾക്ക് തോന്നി. അവൾ കമുകാറായിൽ നിന്ന് വന്നത് തന്നെ വിഷമിച്ചാണ്. വീട്ടിലെത്തിയാൽ അവളുടെ കൂട്ടുകാരനുണ്ടല്ലോ, അവളുടെ പരിചയമുള്ള സ്ഥലങ്ങളും വസ്തുക്കളുമാണല്ലോ എന്നൊരു സന്തോഷത്തിലാണ് അവൾ തിരികെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവളുടെ റോക്കിയില്ല. അത് ആ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. കട്ടിലിൽ കമഴ്ന്നടിച്ചു കിടന്ന് റോക്കിയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ടോട്ടോയുടെ മനസ്സിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയും ഒരു കാലത്തും നോവിക്കരുത് എന്ന് കൊബായാഷി മാസ്റ്റർ പറഞ്ഞത് ഓർമ്മ വന്നു. ചില കുട്ടികൾ വളർത്തു മൃഗങ്ങൾക്ക്, പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും, ചിലപ്പോൾ ആഹാര സാധനം വെച്ച് നീട്ടും, ഉടനെ തന്നെ തിരികെ എടുക്കും. എന്തെങ്കിലും ഒരു സാധനം അവർക്ക് കൊടുക്കാൻ നീട്ടി അവർക്കത് കൊടുക്കാതെ കുരങ്ങ് കളിപ്പിക്കും. അപ്പോൾ എപ്പോഴും കൊബായാഷി മാസ്റ്റർ പറയുന്നതാണ്. ടോട്ടോ ആലോചിച്ച് നോക്കി, എപ്പോഴെങ്കിലും അവൾ റോക്കിയോട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും അവൾ ചെയ്തിട്ടില്ല. മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അത്യധിക സ്നേഹത്തോടെ മാത്രമേ അവൾ റോക്കിയുമായി എപ്പോഴും ഇടപെട്ടിട്ടുള്ളൂ. ഇത്ര നിയമങ്ങൾ പാലിച്ചിട്ടും തൻ്റെ റോക്കി പോയല്ലോ എന്നാലോചിച്ചപ്പോൾ ടോട്ടോയ്ക്ക് സഹിക്കാനായില്ല. കട്ടിൽ കിടന്ന് താഴേക്ക് നോക്കിയ ടോട്ടോ നിലത്തിരിക്കുന്ന തൻ്റെ കരടിക്കുട്ടൻ്റെ കാൽക്കൽ എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടു. അവൾ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ റോക്കിയുടെ ശരീരത്തിൽ നിന്ന് താഴെ എപ്പോഴോ വീണ ഒരു ഉണ്ട പോലെ അവൻ്റെ രോമങ്ങളുടെ ഒരു കെട്ടാണ്. അതവൾ കയ്യിലെടുത്ത് ഒരു അമൂല്യ വസ്തു എന്ന പോലെ തെരിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൾ കമുകാറയിലേക്ക് പോകുന്നതിന് മുമ്പ് അവനുമായി ഉരുണ്ടു വീണ് കെട്ടി ഉരുണ്ട് നിലത്ത് കളിച്ചപ്പോൾ എപ്പോഴോ അവൻ്റെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതായിരിക്കണം അത് എന്നവൾക്ക് മനസ്സിലായി. ആ ജർമ്മൻ ഷെപ്പേർഡ് രോമങ്ങളും കയ്യിൽ അമർത്തിപ്പിടിച്ച് സ്വന്തം തേങ്ങലും അമർത്തി അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ എത്രയോ സമയം അങ്ങനെ ഇരുന്നു എന്നത് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ നിന്ന് അവൾക്ക് പ്രിയപ്പെട്ട അടുത്ത ഒരു കൂട്ടുകാരനും കൂടെ നഷ്ടപ്പെടുകയായിരുന്നു. ടോട്ടോച്ചാൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാവും അല്ലേ? എന്ത് മൃഗത്തെയും, അല്ലെങ്കിൽ ഏത് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഓമനകളായി അരുമകളായി വളർത്തിക്കഴിഞ്ഞ് അവ വേർപെടുന്ന വേർപാട് നമുക്ക് പലപ്പോഴും താങ്ങാവുന്നതിലപ്പുറമാകും. അടുത്ത അധ്യായവുമായി നാളെ